ടാക്സ് പ്ലാനിംഗ്. ടാക്സ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കുക. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എവറി ടാക്സ് പെയർ ഈസ് ടു മിനിമൈസ് ഹിസ് ടാക്സ് ലയബിലിറ്റി. ടു അച്ചീവ് ദിസ് ഒബ്ജക്റ്റീവ്, ടാക്സ് പെയർ മേ റിസോർട്ട് ദ ഫോളോയിങ് ത്രീ മെത്തേഡ്സ്: ടാക്സ് പ്ലാനിംഗ്, ടാക്സ് അവോയ്ഡൻസ് ആൻഡ് ടാക്സ് ഇവേഷൻ. അപ്പം ഏതൊരു ടാക്സ് പെയറുടെയും പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ ടാക്സ് കൊടുക്കുക എന്നുള്ളതാണോ? നമ്മൾ പണിയെടുത്തുണ്ടാക്കുന്ന നമ്മുടെ പണം ഗവൺമെന്റിലേക്ക് കൂടുതലായിട്ട് നൽകി നമ്മുടെ രാജ്യം നന്നായിക്കോട്ടെ എന്ന് വിചാരിക്കുക ആളുകൾ? ഒരിക്കലും വിചാരിക്കില്ല അല്ല, അങ്ങനെ ഒരു താല്പര്യമൊന്നും ആളുകൾക്ക് ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരുടെയും ലക്ഷ്യം, അതായത് ടാക്സ് അടയ്ക്കുന്ന എല്ലാ വ്യക്തികളുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ടാക്സ് ലയബിലിറ്റി കഴിയാവുന്നിടത്തോളം എന്ത് ചെയ്യുക, മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മുടെ ടാക്സ് ലയബിലിറ്റി മിനിമൈസ് ചെയ്യുവാൻ വേണ്ടി പൊതുവെ ഫോളോ ചെയ്യുന്ന 3 മെത്തേഡുകളാണ്. ഒന്ന് ടാക്സ് പ്ലാനിങ്, മറ്റൊന്ന് ടാക്സ് അവോയ്ഡൻസ്, പിന്നെ ടാക്സ് ഇവേഷൻ. ഓക്കെ. ദെൻ അതിൽ നമുക്ക് ഓരോന്നും എന്താ നോക്കാം. നോക്കൂ, ടാക്സ് പ്ലാനിങ് ഈസ് എസെൻഷ്യൽ പാർട്ട് ഓഫ് അവർ ഫിനാൻഷ്യൽ പ്ലാനിങ്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റി adopted by every citizen to reduce their tax burden. Efficient tax planning enables us to reduce our tax liability to the minimum. This is done by justifiably taking advantages of all permissible deductions, allowances, concessions, exemptions, rebate, and exclusions which are available as per statute. New rules and regulations are included in tax laws every year. So tax planning is really valuable. ഇപ്പോൾ ടാക്സ് പ്ലാനിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വായിച്ചു നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ടാക്സ് പ്ലാനിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ എന്താണ്, നമ്മുടെ ഒരു ഇൻകം, ഒരു വ്യക്തിയുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്, അയാളുടെ സാമ്പത്തിക പ്ലാൻ എന്ന് പറയുമല്ലോ, അതിന്റെ ഭാഗമായിട്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടാക്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേജർ സോഴ്സ് ഓഫ് ഇൻകം എന്താണ്, നമ്മുടെ കയ്യിൽ തന്നെ നിലനിൽക്കാൻ, അത് ഗവൺമെന്റിലേക്ക് പോവാതെ നമ്മുടെ കയ്യിൽ തന്നെ നിലനിൽക്കണമെങ്കിൽ കൃത്യമായി അതിനെ വിനിയോഗിക്കാൻ അറിയണം. ഓക്കെ. ഇപ്പൊ ടാക്സ് പ്ലാനിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻകം ടാക്സ് നിയമം അനുസരിച്ചിട്ട് നമുക്ക് നിയമത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എന്താണ് അഡ്വാൻറ്റേജ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതാ പറഞ്ഞത്, ദിസ് ഈസ് ഡൺ ബൈ ജസ്റ്റിഫയബിളി ടേക്കിംഗ് അഡ്വാൻറ്റേജസ് ഓഫ് ഓൾ പെർമിസിബിൾ ഡിഡക്ഷൻസ്. അതായത് എന്താണ്, നിയമത്തിൽ അനുവദനീയമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അഡ്വാൻറ്റേജസും എടുത്തുകൊണ്ട്, അതായത് ഡിഡക്ഷൻസ് ഉണ്ടാവും, അലവൻസസ് ഉണ്ടാവും, പിന്നെന്താണ് ഡിഡക്ഷൻസ്, അലവൻസസ് ഉണ്ടാവും, പിന്നെ പറഞ്ഞത് കൺസെഷൻസ് ഉണ്ടാവാം, എക്സംഷൻസ് ഉണ്ടാവാം. ഡിഡക്ഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ എന്താണ് ഇൻകവും നമ്മൾ ടാക്സ് ചെയ്യേണ്ടി വരുന്നില്ല. കുറച്ച് ഇൻകംസിൽ നമുക്ക് ടാക്സ് ഒഴിവാകും. ഇപ്പൊ സാലറിയിൽ നിന്നും നമുക്ക് സാലറിയിൽ എന്താണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഫസ്റ്റ് പ്രോപ്പർട്ടി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് അങ്ങനെയുള്ള നിയമം അനുവദിക്കുന്ന ഡിഡക്ഷൻസ് ഒക്കെ നമുക്ക് ക്ലെയിം ചെയ്യാം, അലവൻസസ് ക്ലെയിം ചെയ്യാം, കൺസെഷൻസ്, എക്സംഷൻസ്, ടാക്സിൽ നിന്ന് ഒഴിവാക്കുന്ന ഇൻകംസ് ഉണ്ടായിരിക്കും, റിബേറ്റുകൾ, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നിയമം ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള അത്തരം അഡ്വാൻറ്റേജസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ടാക്സ് മിനിമൈസ് ചെയ്യുക. അതാണ് എന്ത് ടാക്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ. ന്യൂ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ടാക്സ് ലോസ് എവരി ഇയർ. എല്ലാ വർഷവും ടാക്സിൽ എന്തുണ്ടാവാറുണ്ട്, പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഉണ്ടാവാറുണ്ട് അല്ലെ. നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് 1961 ആണ് എങ്കിലും നമുക്കറിയാം എന്താണ് 1961 ആക്ട് അല്ലല്ലോ അതേപോലെ അല്ലല്ലോ ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്നത്. എന്താണ്, എല്ലാ വർഷവും ബഡ്ജറ്റിനോടൊപ്പം ഫിനാൻസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഫിനാൻസ് മിനിസ്റ്റർ അവതരിപ്പിക്കാറുണ്ട്. അതായത് എല്ലാ വർഷവും ടാക്സ് റേറ്റിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ അപ്ഡേഷൻസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ. അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇന്റലിജന്റ് ആയിട്ട് നമ്മുടെ എക്സ്പെർട്ട് നോളജ്, നമ്മുടെ അത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഇൻകത്തെ കൃത്യമായിട്ട് വിനിയോഗിച്ച് എന്താണ് നമ്മുടെ ടാക്സ് ബേർഡൻ മിനിമൈസ് ചെയ്യുകയാണ്. അതിനെയാണ് വിളിക്കുന്നത് ടാക്സ് പ്ലാനിങ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നോക്കൂ, ഇതോടെ നോക്കൂ, ഡെഫിനിഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. Tax planning can be defined as an arrangement of financial activity to maximize tax benefit, which can be done by making use of beneficial sections regarding rebate, relief, exemptions, etc. so as to minimize tax liability. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ്, നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മുടെ ഫിനാൻസ് ആക്ടിവിറ്റി, നമ്മുടെ പണം വിനിയോഗിക്കുന്നത് ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. ഓക്കെ. നമുക്ക് എന്താണ്, നമ്മുടെ കയ്യിലുള്ള പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടാക്സിൽ നിന്നും എന്താണ് ടാക്സ് റിലീഫ് കിട്ടുന്ന തരത്തിലുള്ള ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താണ്, അത് നമുക്ക് ഗുണമുണ്ട്. നമ്മുടെ പണം മറ്റു വേറെ രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ടാക്സ് അടയ്ക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ,
ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം എടുക്കുക. അപ്പോൾ എന്താണ്, നമുക്ക് സെക്ഷൻ 80C അനുസരിച്ച് ഡിഡക്ഷൻ കിട്ടും. നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ, ജസ്റ്റ് പറയാണ്. അതുപോലെ എന്താണ്, ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം എടുക്കാം. അപ്പോൾ പല ഗവൺമെന്റ് ജീവനക്കാരൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവരൊക്കെ ഇങ്ങനത്തെ ഇൻഷുറൻസ് പോളിസീസ് ഒരുപാട് എടുക്കും. എന്താ കാരണം? ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ അവരുടെ പണം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയാണ് അല്ലേ? എന്നാലോ ടാക്സിൽ നിന്ന് നമുക്ക് ഡിഡക്ഷൻസ് അവൈലബിൾ ആണ് താനും. 1 മിനിറ്റ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടാക്സ് പ്ലാനിങ് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിയമത്തിൽ അനുശാസിക്കുന്ന നിയമം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ടാക്സ് ബർഡൻ മിനിമൈസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ടാക്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടാക്സ് പ്ലാനിങ് ഷുഡ് നോട്ട് ബി ഡൺ വിത്ത് ഇന്റന്റ് ടു ഡിഫ്രോഡ് ദി റവന്യൂ. All transactions entered into by an assessee could be legally correct. It does not imply taking undue advantage of loopholes in tax laws or evading tax liability. Hence, tax planning is defined as the method of used by a taxpayer to reduce his burden of tax in legal manner. അപ്പോൾ ടാക്സ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രോഡ് കാണിക്കുക എന്നുള്ളതല്ല. ഓക്കെ, ടാക്സിന്റെ നമ്മുടെ ഞാൻ പറഞ്ഞു എല്ലാവരുടെയും ലക്ഷ്യം എന്താണ്, ഗവൺമെന്റിലേക്ക് കൊടുക്കുന്ന ടാക്സ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. പണിയെടുത്തുണ്ടാക്കുന്ന പണം മുഴുവൻ ഗവൺമെന്റിലേക്ക് കൊടുക്കാൻ ആരും ആഗ്രഹിക്കില്ല. പക്ഷെ അങ്ങനെ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്രോഡ് കാണിക്കാൻ പാടില്ല. ഓക്കെ, ഫ്രോഡ് കാണിക്കുന്നതല്ല ടാക്സ് പ്ലാൻ. പകരം എന്താണ്, നമ്മൾ കൃത്യമായിട്ട് കാണിക്കേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കാണിച്ച് നിയമത്തിൽ ഉള്ള കാര്യം നിയമത്തിന്റെ അഡ്വാൻറ്റേജ് ഉപയോഗിച്ചുകൊണ്ട് ടാക്സ് കുറയ്ക്കുക. അല്ലാതെ നിയമം കൃത്യമായിട്ട് ക്രോസ് വാച്ച് ചെയ്തിട്ട് അതിൽ ലൂപ്പ് ഹോൾസ് ഉണ്ടാവല്ലോ. അതായത് എന്താണ്, എല്ലാം തികഞ്ഞ നിയമങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിൽ ലൂപ്പ് ഹോൾസ് കൃത്യമായി കണ്ടെത്തി ആ രീതിയിൽ പണം നിക്ഷേപിച്ച് എന്താണ്, അത് അങ്ങനെ ഇന്റൻഷൻ ചെയ്യുന്ന കാര്യമല്ല. അതായത് പണം വെട്ടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരാൾ, അല്ലെങ്കിൽ ടാക്സ് വെട്ടിക്കണം എന്ന ഉദ്ദേശത്തോട് ഒരാൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ടാക്സ് വെട്ടിക്കാൻ വളരെ ഈസിയാണ്. കാരണം ലൂപ്പ് ഹോൾസ് ഒരുപാട് ഉണ്ടാവും. അപ്പം ആ ഒരു ലക്ഷ്യത്തോട് ഇന്റൻഷനോട് കൂടി പോകുന്ന ഒന്നല്ല ടാക്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതിന് പകരം എന്താണ്, ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള രീതിയിൽ എന്താണ് നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാൻ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ടാക്സ് പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ദെൻ income tax law itself provide for various methods for tax planning. Generally it provide the exemptions under section 10. അപ്പോൾ നമ്മുടെ ടാക്സ് ബർഡൻ എന്താണ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലോയിൽ തന്നെ ഒരുപാട് മെത്തേഡുകളുണ്ട്. അതിലൊന്നാണ് എക്സംഷൻസ് അണ്ടർ സെക്ഷൻ 10. സെക്ഷൻ 10 എന്താണ് ഒരുപാട് ഇൻകംസ് നമുക്ക് ടാക്സിൽ ഒഴിവാക്കി തരുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആ ഇൻകംസ് ഏതൊക്കെയെന്ന് ഐഡന്റിഫൈ ചെയ്ത് അത് ക്ലെയിം ചെയ്യാം. ഓക്കെ, പിന്നെ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C-80U. 80C-80U എന്ന് പറയുമ്പോൾ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം ഒരു വ്യക്തി അയാളുടെ ഇൻകം എന്താണ് ഡിഫറെന്റ് സോഴ്സസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെ വിനിയോഗിക്കുന്നതിനനുസരിച്ച് കിട്ടുന്ന ഡിഡക്ഷനാണ് സെക്ഷൻ 80C-80U എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. അത് അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും, റിബേറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും, റിലീഫ് ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാം. ഓക്കെ, ഇൻകം ടാക്സ് ആക്ട് പ്രൊവൈഡ് deductions from gross income in respect of profit of newly established industrial type in an industrially backward state. അതുപോലെ തന്നെ നമ്മളൊരു പുതിയ ബിസിനസ് തുടങ്ങിയെന്ന് വിചാരിക്കാം. ജസ്റ്റ് മിനിറ്റ്, ചുമ വരുന്നു, 1 മിനിറ്റ്. ഒരു പുതിയൊരു ബിസിനസ് തുടങ്ങുകയെന്ന് വിചാരിക്കാം. നമ്മളൊരു പുതിയ ബിസിനസ് തുടങ്ങി. പറഞ്ഞോളൂ. പേജ് നമ്പർ 16. നമ്മൾ പുതിയൊരു ബിസിനസ് തുടങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ പുതിയൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഗവൺമെന്റ് അത്തരം ബിസിനസ്സുകളെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്, കാരണം ബിസിനസ്സുകൾ എന്ന് പറയുന്നത് കൊണ്ട് ഗുണം എന്താണ്, നമ്മൾ പലപ്പോഴും ആളുകൾ പറയാറുണ്ട് ബിസിനസ്സുകാരെ ഗവൺമെന്റ് വല്ലാതെ സപ്പോർട്ട് ചെയ്യും, പാവപ്പെട്ടവരെ സപ്പോർട്ട് ചെയ്യില്ല എന്നൊക്കെ പറയും. പക്ഷെ അതിന്റെ പിന്നിലുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു രാജ്യം ഡെവലപ്പ് ആവണമെങ്കിൽ എന്ത് വേണം, ബിസിനസ്സുകളെ സപ്പോർട്ട് ചെയ്ത് നിർബന്ധമാണ്. കാരണം ബിസിനസ്സുകൾ ആണ് ഒരുപാട് ജോലി ജനറേറ്റ് ചെയ്യുന്നത്, എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ റോഡുകൾ,
പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എല്ലാം ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്ന ബിസിനസ്സുകൾ ഉള്ളത് കൊണ്ടാണ്. അല്ല സർക്കാരിന് എല്ലാ ഏരിയയിലും ഇറങ്ങി തിരിച്ച് എന്ത് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും ജോലി കൊടുക്കാനൊന്നും സർക്കാരിന് സാധിക്കുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബിസിനസ്സുകൾ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ആ ബിസിനസ്സുകൾ വരുമ്പോൾ ബിസിനസ്സുകളിലൂടെ ഒരുപാട് ജോലികൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ലക്ഷ്യം സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയൊരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതും ബാക്ക്വേർഡ് സ്റ്റേറ്റിലാണെങ്കിൽ, ഓക്കെ, ബാക്ക്വേർഡ് സ്റ്റേറ്റിലാണെങ്കിൽ ബീഹാർ, ഉത്തർപ്രദേശ് അങ്ങനെ ഉള്ള സ്റ്റേറ്റുകളിൽ ആണ് നമ്മൾ ബിസിനസ് തുടങ്ങുന്നത് എങ്കിൽ, അതായത് നമ്മുടെ ഒട്ടും എന്താ വികസനങ്ങൾ എത്താത്ത ഈ നമ്മുടെ ഇപ്പോ എന്താ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഈ അട്ടപ്പാടി പോലെയുള്ള നാടുകളിലൊക്കെ അത്തരം മീൻസ് ഒരു നാടിന് കുറ്റം പറയല്ല, അത്തരം വികസനം ഇല്ലാത്ത മേഖലകളിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണ് എങ്കിൽ അവിടെയൊക്കെ തുടങ്ങാൻ വേണ്ടി ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് കാലത്തേക്ക് എന്ത് ചെയ്യണം, ഒരു 5 വർഷത്തേക്ക് അവരുടെ പ്രോഫിറ്റ് ഒന്നും ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ എന്താണ്, അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ, അത് നിയമം അനുവദിക്കുന്ന അത്തരം ആനുകൂല്യങ്ങൾ എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കുക. അല്ലാതെ എന്താണ് ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഓരോരോ അക്കൗണ്ടിൽ പണം കൊണ്ടുവിടുക, അല്ലെങ്കിൽ ബിനാമിന്റെ പേരിൽ പണം കൊണ്ടുവിടുക, അതല്ല. അത് എന്താണ്, അത് ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. നിയമം അനുവദിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ടാക്സ് മിനിമൈസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിനെ ടാക്സ് പ്ലാനിംഗ് എന്ന് പറയാം. നെക്സ്റ്റ്, റൂൾ ഓഫ് ടാക്സ് പ്ലാനിംഗ്. റൂൾസ് ഓഫ് ടാക്സ് പ്ലാനിംഗ് ഒരു നോക്കുക. 5 എഫക്റ്റീവ് റൂൾസ് ഓഫ് ടാക്സ് പ്ലാനിംഗ് ആർ. നോക്കൂ. ഒന്ന്, സ്പ്രെഡ് ദി ടാക്സ്ഡ് ഇൻകം ആൻഡ് എമംഗ് വേരിയസ് മെമ്പേഴ്സ് ഓഫ് ഫാമിലി. ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ എന്താണ് എഫക്റ്റീവ് ആയിട്ടുള്ള ടാക്സ് പ്ലാനിംഗ് ഉപയോഗിക്കുന്ന നമ്മുടെ ഇൻകം എന്ത് ചെയ്യുക, ഫാമിലിയുള്ള മെമ്പേഴ്സിന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഒരു 5 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 5 ആൾക്ക് എന്ത് ചെയ്യുന്നു, ഇൻകത്തിനെ സ്പ്രെഡ് ചെയ്യുക. ഓക്കെ. അടുത്തൊരു കാര്യമാണ് ടേക്ക് ഫുൾ അഡ്വാൻറ്റേജ് ഓഫ് ടാക്സ് എക്സംഷൻസ് അവൈലബിൾ അണ്ടർ ദി ലോ. നിയമത്തിൽ അവൈലബിൾ ആയിട്ടുള്ള, അത് സെക്ഷൻ 10-ലാണ് എക്സംഷൻസ് പറയുന്നത്. സെക്ഷൻ 10 പ്രകാരം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന മാക്സിമം എക്സംഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, ക്ലെയിം ചെയ്യുക. 3, ടേക്ക് ഫുൾ അഡ്വാൻറ്റേജസ് ഓഫ് പെർമിസിബിൾ ടാക്സ് ഡിഡക്ഷൻസ് ആൻഡ് റിബേറ്റ് അവൈലബിൾ ഓൺ സ്റ്റിപ്പുലേറ്റഡ് ടാക്സ് സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ്. അതുപോലെ ടാക്സ് സേവിങ്സ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, അത് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 വർഷത്തേക്കുള്ള എഫ് ഡി നമ്മൾ എടുത്താൽ എന്ത് ചെയ്യണം, നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് പൊതുവെ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. പക്ഷെ ഒരു 5 വർഷത്തേക്കുള്ള എഫ് ഡി അത് നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താ, 5 വർഷത്തേക്കുള്ള എഫ് ഡി ആണെങ്കിൽ നിങ്ങൾ ടാക്സ് ചെയ്യണ്ട. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഡിഡക്ഷൻ അവൈലബിൾ ആയിട്ടുള്ള അത്തരം കാര്യങ്ങൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം എടുക്കുകയാണെങ്കിൽ എന്താണ്, അതിന് നമുക്ക് 80SC പ്രകാരം ഡിഡക്ഷൻ കിട്ടും. ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയത്തിന് കിട്ടും. പിന്നെന്തിനാ കിട്ടുക, പിന്നെ സർക്കാരിന്റെ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്, പെൻഷൻ പ്ലാനുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഡൊണേഷൻസ് കൊടുക്കും, അങ്ങനെ പല രീതിയിൽ നമുക്ക് ഡിഡക്ഷൻസ് കിട്ടും. അതൊക്കെ കൃത്യമായിട്ട് വിനിയോഗിക്കാം. പിന്നെ 4ാമത് നോക്കൂ, മേക്ക് ഒപ്റ്റിമം യൂസ് ഓഫ് ടാക്സ് എക്സംപ്റ്റഡ് ഇൻകംസ്. അതായത് മാക്സിമം നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം ടാക്സ് എക്സംപ്റ്റഡ് ഇൻകംസ്, അതായത് ടാക്സ് ചെയ്യേണ്ടാത്ത ഇൻകംസ് മാക്സിമം ജനറേറ്റ് ചെയ്യാൻ നോക്കുക. അതും എന്താണ്, അങ്ങനെ ചെയ്തു കഴിഞ്ഞുള്ള ഗുണം എന്താണ്, നമുക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അതല്ല നമ്മളൊരു ബിസിനസ്സാണ് തുടങ്ങുന്നതെങ്കിലോ, ബിസിനസ് തുടങ്ങാൻ നല്ല കാര്യമാണ്. അപ്പം ടാക്സബിൾ ആയിട്ടുള്ള ബിസിനസ്സാണ് തുടങ്ങുന്നതെങ്കിലോ എന്തെങ്കിലും ഒരു എമൗണ്ട് ഉണ്ടാവുന്ന ഒരു ഇൻകത്തിന്റെ ഒരു ഭാഗം നമ്മൾ ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ടി വരും. പകരം അഗ്രികൾച്ചർ റിലേറ്റഡ് ബിസിനസ് ഒക്കെ ആണെങ്കിലോ, അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 10 സബ്സെക്ഷൻ 1 അനുസരിച്ചിട്ട് ഒരു എക്സംപ്റ്റഡ് ഇൻകം ആണ്. കൃഷിയിൽ നിന്നുണ്ടാവുന്ന ഇൻകം ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. പിന്നെ സിമ്പിൾ ടാക്സ് പ്ലാനിങ് ഈസ് എ സ്മാർട്ട് ടാക്സ് പ്ലാനിങ്. അതായത് നമ്മൾ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അത് വളരെ വലിയ കാര്യം തന്നെയാണ്. അതായത് നമുക്കറിയാം, പെർഫെക്ഷൻ ഈസ് നോട്ട് എ സ്മോൾ തിങ് ബട്ട് സ്മോൾ തിങ് മേക്ക് പെർഫെക്ഷൻ, അങ്ങനെ ഒരു വാക്കുണ്ട്. അതായത് പെർഫെക്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഒരു ചെറിയ കാര്യമാണോ? ചെറിയ കാര്യമല്ല. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് എന്തുണ്ടാകുന്നത്, പെർഫെക്ഷനിലേക്ക് എത്തിക്കുന്നത്. അതേപോലെ ടാക്സ് പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു എന്താണ്, ഒരു സിമ്പിൾ കാര്യമാണ് വെച്ചാൽ ആണ്. പക്ഷെ സ്മാർട്ട് ടാക്സ് പ്ലാനിങ് ആണ് നമ്മൾ എന്തിലേക്ക് എത്തിക്കുന്നത്, നമ്മളെ പെർഫെക്ഷനിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ. ലാസ്റ്റ്, പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് യൂസ് ഓഫ് ടാക്സ് റൂൾസ് വിൽ ഹെൽപ്പ് ടു അച്ചീവ് ഹാൻഡ്സം ടാക്സ് സേവിങ്. ഞാൻ പറഞ്ഞു, നമ്മളൊരു CA-കാരന്റെ സഹായം തേടുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ ഒരു CMA-കാരന്റെ സഹായം തേടുന്നത് എന്തിനാണ്, അവര്
ടാക്സുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ച് ഇരിക്കുന്ന ഒരാളാണ്. അപ്പൊ അവരോട് പറയും നമ്മൾ, സാധാരണ ആൾക്കാർ പറയുന്ന, ഈ വർഷം ഇത്ര രൂപയൊക്കെ ടാക്സ് അടിക്കാൻ എന്നെ കൊണ്ട് പറ്റുള്ളൂ, ആ രീതിയിൽ എന്റെ ഇൻകത്തിന് ഒന്ന് അറേഞ്ച് ചെയ്ത് തരണം എന്ന് പറയുമ്പോൾ അവർ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് തരും. അപ്പൊ അവർ പറയും, നിങ്ങൾ നിങ്ങളുടെ ഈ ഇത്ര രൂപ നിങ്ങൾ LICയിൽ ഇൻവെസ്റ്റ് ചെയ്യും, ഇത്ര രൂപ നിങ്ങൾ എന്താണ് ഒരു 5 വർഷത്തെ FD എടുക്കൂ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരും. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻകം സർക്കാരിലേക്ക് ടാക്സ് ആയിട്ട് കൊടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. നമ്മുടെ FD അല്ലേ, FD അവിടെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് തന്നെ തിരിച്ചെടുക്കാമല്ലോ, അല്ലെ? LIC നമുക്ക് തന്നെ കിട്ടുമല്ലോ. അപ്പൊ നമ്മുടെ ഇൻകം വേറെ അങ്ങോട്ട് പോവില്ല, എന്താണ് ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. അതാണ് അതിന്റെ ഗുണം. അപ്പം അതൊക്കെയാണ് ടാക്സ് എന്ന് പറഞ്ഞെങ്കിൽ ശരിക്കും രസകരമായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് ആണ്, കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ്. കോർപ്പറേറ്റ് മീൻസ് എന്താണ്, കമ്പനികളാണ് അല്ലെ. അപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ് എങ്ങനെയാന്ന് നോക്കാം. കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ് ഈസ് മീൻസ് ഓഫ് റെഡ്യൂസിങ്. ടാക്സ് പ്ലാനിങ് എന്ന് പറഞ്ഞെങ്കിൽ കോർപ്പറേറ്റ് ആയിക്കോട്ടെ, ഇൻഡിവിജ്വലിന്റെ കേസ് ആയിക്കോട്ടെ, ആരുടെ കേസ് ആയിക്കോട്ടെ, എന്താണ്, ടാക്സ് ലയബിലിറ്റി മിനിമൈസ് ചെയ്യുന്നതാണ്. കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ് ആകുമ്പോൾ എന്താണ്, ഒരു കമ്പനിയുടെ ടാക്സ് ലയബിലിറ്റി മിനിമൈസ് ചെയ്യുന്നതാണ് എന്ത്, കുറയ്ക്കുന്നതാണ് എന്ത്, റെഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്, കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ് എന്ന് പറഞ്ഞത്. ഫസ്റ്റ് ലൈൻ തന്നെ വായിച്ചു, ഈസ് means of reducing tax liability of a registered company. Corporate tax planning provides strategies that are significant in minimizing taxes. The common way to do this include taking deductions on business transport, health insurance of employees, office expense, retirement planning, child care, charitable contributions, etc. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഡിവിജ്വൽസിന്റെ കേസിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ കമ്പനികൾക്കും ഒരുപാട് ഡിഡക്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ കമ്പനികളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഗവൺമെന്റ് ഒരു പോളിസിയും കൂടിയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കമ്പനികൾക്ക് ഒരുപാട് ഡിഡക്ഷൻസ് ഉണ്ട്. അത്തരം നിയമപരമായിട്ട് അവൈലബിൾ ആയിട്ട് ഡിഡക്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് ക്ലെയിം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ടാക്സ് ബേർഡൻ മിനിമൈസ് ചെയ്യുക. കാരണം ചൈൽഡ് കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് കമ്പനികൾ അവരുടെ എംപ്ലോയീസിന്റെ കുട്ടികളെ കെയർ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു എമൗണ്ട് ചെലവാക്കുകയാണെങ്കിൽ അതിന് എന്ത് കിട്ടും, ഡിഡക്ഷൻ കിട്ടും. റിട്ടയർമെന്റ് പ്ലാനിൽ എംപ്ലോയിയുടെ റിട്ടയർമെന്റ് പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് ഡിഡക്ഷൻസ് കിട്ടും. ഓക്കെ, എംപ്ലോയീസിന്റെ പേര് ഇൻഷുറൻസ് എടുക്കാനുള്ള ഡിഡക്ഷൻസ് കിട്ടും. പിന്നെ ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻസ്, അതായത് ഗവൺമെന്റിന്റെ ഒക്കെ ഫണ്ടിലേക്ക് ഡൊണേഷൻസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാം. ഓക്കെ, കാരണം നമുക്കറിയാം കമ്പനികളൊക്കെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഒരു 3% അവരുടെ പ്രോഫിറ്റിന്റെ 3% ഒരു ചാരിറ്റി പർപ്പസിന് ഉപയോഗിക്കണം എന്ന് നിർബന്ധമുണ്ട്. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അവർക്ക് ടാക്സിലും ഗുണം ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി through the various tax deductions and exemptions provided under Income Tax Act, a company can substantially reduce its tax burden in legal way. അതായത് ഇൻകം ടാക്സ് ആക്ടിൽ നൽകിയിട്ടുള്ള പലതരത്തിലുള്ള ഡിഡക്ഷൻസും എക്സംഷൻസും ഒക്കെ കൃത്യമായിട്ട് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു കമ്പനിക്ക് അവരുടെ ടാക്സുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ നിയമപരമായിട്ട് തന്നെ അവർക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലാതെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ കള്ളപ്പണം എന്ന് പറഞ്ഞതുപോലെ ഹിഡൻ മണീസ് സ്വരൂപിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ടാക്സ് പ്ലാനിങ്. ടാക്സ് പ്ലാനിങ്ങിന്റെ പ്രാധാന്യം എന്താണ്, അവിടെ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കാം. 1. Assessee can avail the benefit of relief, deductions and rebate up to the date of submission of return. This cannot be claimed at the time of appeal. അതായത് ഈ ടാക്സ് പ്ലാനിങ്ങിന്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, ഒരു അസസ്സിക്ക് നമുക്കറിയാം, നമ്മളൊരു ടാക്സ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അസസ്സി കൃത്യമായിട്ട് എക്സംഷൻസും ഡിഡക്ഷൻസും റിബേറ്റും ഒക്കെ അയാൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഈ അപ്പീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പീൽ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് അറിയാം അപ്പീൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇൻകം ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തി പിടിച്ചതിന് ശേഷം നമ്മൾ പറയുകയാണെന്ത് ഡിപ്പാർട്ട്മെന്റിനോട്, ഞാൻ അങ്ങനെ ഒരു ആവശ്യത്തിന് ഇങ്ങനെ ഒരു ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞു നമുക്ക് ഒഴിയാൻ പറ്റില്ല. ഓക്കെ, അതിനു മുമ്പ് തന്നെ അതിനെ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കണം. ഓക്കെ, അതായത് അപ്പീൽ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഡിപ്പാർട്ട്മെന്റ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആ പണം വിനിയോഗിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അത് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടാക്സ് അല്ലെങ്കിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഈ വർഷത്തെ ഇൻകം ഇത്രയാണ് എന്ന് പറഞ്ഞ് ഡിപ്പാർട്ട്മെന്റ് സബ്മിറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയാം, ITR എന്നാണ് ചുരുക്കി പറയാം. അപ്പൊ ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു സമയം വരെ നമുക്ക് എന്തുണ്ട്, അനുവദനീയമാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബെനിഫിറ്റും ഡിഡക്ഷൻസും റിബേറ്റ് ഒക്കെ നമുക്ക് ആ സമയം കൊണ്ട് ക്ലെയിം ചെയ്യാം. അപ്പൊ ക്ലെയിം ചെയ്യാതെ
എന്താണ് പിന്നീട് നമ്മൾ ഒരു അപ്പീൽ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഗവൺമെന്റ് നമ്മുടെ പണമൊക്കെ പിടിച്ചെടുക്കാൻ നോക്കിയതിനു ശേഷം ഞാൻ അങ്ങനെ സെക്ഷൻ 80C പ്രകാരമുള്ള ഡിഡക്ഷൻസ് എനിക്ക് ക്ലെയിം ചെയ്യാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ സെക്ഷൻ 80G പ്രകാരമുള്ള ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാനുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് company law and other laws narrow down the scope for tax avoidance and tax evasion. It helps to derive taxpayer to a situation where the person will be free from all severe penal consequences. So tax planning is more reliable. അതായത് ടാക്സ് അവോയ്ഡൻസും ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ടേമിന്റെ പ്രത്യേകത, രണ്ടും ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ എന്താണ് ഹൈഡ് ചെയ്ത് വെക്കുക എന്ന് പറയും. ഓക്കെ, പണം ഹൈഡ് ചെയ്ത് വെക്കുക, ഒളിപ്പിക്കുക, ആ ടാക്സ് ഇവേഷൻ എന്നുണ്ട്. ടാക്സ് അവോയ്ഡൻസ് ഉണ്ടെങ്കിൽ എന്താണ്, ടാക്സ് കൊടുക്കാതെ ടാക്സ് നിന്നും എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക, മറ്റേ ഒളിപ്പിക്കുക എന്നുള്ളതാണ്. ഇതെന്താണ്, അവോയ്ഡൻസ് ആണ്. രണ്ടും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്യുന്നതിന്റെ കുഴപ്പം എന്താണ്, അത് കണ്ടെത്തി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പണിഷ്മെന്റ്, പെനാൽറ്റി ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, ടാക്സ് വെട്ടിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഇൻകം ടാക്സ് റെയ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് പാതിരാത്രിക്ക് വന്നിട്ടും റെയ്ഡ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പോൾ വാർത്തയിലേക്ക് കാണാൻ നിങ്ങൾക്ക് എൻഫോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ED എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. കാരണം ഏത് പാതിരാത്രിക്കും, പണ്ട് ലേഡീസിനെയൊക്കെ വേണമെങ്കിൽ എന്താണ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ ലേഡി ആയിട്ടുള്ള ആൾക്കാർ തന്നെ വേണം. പക്ഷെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കേസിൽ അങ്ങനെയൊന്നും വേണ്ട. ലേഡീസിലെ വീടായാലും അല്ലാത്ത വീടായാലും ഒക്കെ രാത്രി വേണമെങ്കിലും പകലാണെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് വന്ന് എന്ത് ചെയ്യാൻ പറ്റും, റെയ്ഡ് ചെയ്യാനും ഇതൊക്കെ പറ്റും. അതാണ് ആ ഡിപ്പാർട്ട്മെന്റ് ഒരു പവർ എന്ന് പറയുന്നത്. പോലീസിനേക്കാളും പവർ ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്ത് വേണം, തെളിവ് വേണം, വേറെ പോയിന്റ്. അപ്പം പറയുന്നത് അത്രയും കോൺസിക്വൻസ് ഉണ്ടാക്കുന്ന ഒന്നാണ് ടാക്സ് വെട്ടിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ടാക്സ് പ്ലാനിങ് ആണെങ്കിൽ, ടാക്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ടാക്സ് വെട്ടിക്കുന്നല്ലോ, അവിടെ എന്താണ് ടാക്സ് നല്ല നിയമങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ടാക്സ് മിനിമൈസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ആളുകൾ കൂടുതലും അതുകൊണ്ട് തന്നെ എന്തിനെ ആശ്രയിക്കും, ടാക്സ് പ്ലാനിങ്ങിനെയാണ് കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്നത്, അല്ലാതെ ടാക്സ് അവോയ്ഡൻസും ടാക്സ് ഇവേഷനും അല്ല എന്നാ പറയുന്നത്. ഓക്കെ, ഇനി 3, in order to encourage the program of public interest and good for civilized society, the government provides various incentives in tax laws. Hence, the planner has to well versed with the law concerning incentives and tax holidays. അതായത് നമുക്ക് കൃത്യമായിട്ട് എന്താണ് പബ്ലിക്കിന്റെ അടുത്ത് നിന്നും ടാക്സ് ഒക്കെ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്, കൃത്യമായിട്ട് ലഭിക്കാൻ വേണ്ടി ഗവൺമെന്റ് പലതരത്തിലുള്ള എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഗ്രാംസുകളും ഇൻസെന്റീവ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കൃത്യമായി ടാക്സ് അടയ്ക്കുന്നവർക്ക് ടാക്സ് ഹോളിഡേസ് എന്നൊക്കെ പറയും, അങ്ങനെയൊക്കെ നൽകാറുണ്ട്. അപ്പൊ അത്തരം ഇതൊക്കെ ലഭിക്കാൻ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ടാക്സ് പ്ലാനിങ് നമ്മൾ ചെയ്യണം. അതായത് നിയമം കൃത്യമായിട്ട് പാലിക്കുക, അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ഗവൺമെന്റിന്റെ അടുത്ത് നിന്നുണ്ടാവും ഒരു സപ്പോർട്ട് ഉണ്ടാവും, ഒരു ഇളവൊക്കെ നമുക്ക് ലഭിക്കും. ഇനി progressive rate of tax exists to an individual and a Hindu undivided family assessee, which result in payment of more tax. If income is increased, then it is necessitate the devotion of adequate time on tax planning. അതായത് ഈ ഇൻഡിവിജ്വൽസും അതുപോലെ തന്നെ HUF ഒക്കെ ടാക്സ് നൽകുന്നത് ഈ പ്രോഗ്രസീവ് റേറ്റിലാണ്. പ്രോഗ്രസീവ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ റേറ്റ് ഇങ്ങനെ കൂടുക ചെയ്യാം. അതായത് 2.5 ലക്ഷം രൂപ വരുന്ന സമയത്ത് 5% ആണെങ്കിൽ 5 ലക്ഷം ആകുമ്പോൾ 10%, 10 ലക്ഷം ആകുമ്പോൾ ചിലപ്പോൾ 30%, അങ്ങനെ അങ്ങനെ റേറ്റ് ഇങ്ങനെ കൂടി പോവുക. ഇൻകം കൂടുന്നതനുസരിച്ച് ടാക്സ് ചെയ്യേണ്ട റേറ്റ് സ്ലാബ് ഇങ്ങനെ കൂടി കൂടി പോവുകയാണ് ചെയ്യുക. ഓക്കെ, ഒരു അപ്പൊ അത് കൂടുതൽ ഇൻകം ഉണ്ടാകുമ്പോൾ കൂടുതൽ ടാക്സ് കൊടുക്കേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കും, സർചാർജ് അങ്ങനെയുള്ള. ഓക്കെ, അപ്പം ആ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ഇൻകം ഉണ്ടാകുന്ന ആളുകൾ എന്ത് ചെയ്യണം, ടാക്സ് പ്ലാനിങ്ങിന് കൂടുതൽ സമയം നൽകണം എന്നാ പറയുന്നത്. ഇഫ് ഇൻകം ഈസ് ഇൻക്രീസ്ഡ്, then it is necessitate the devotion of adequate time on tax planning. അതായത് നമ്മുടെ ഇൻകം ഒരുപാടുണ്ടെന്ന് വിചാരിക്കുക, നമുക്ക് ഒരുപാട് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ അതിനോടൊപ്പം തന്നെ, ഇൻകം ജനറേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ടാക്സ് പ്ലാനിങ്ങിന് നമ്മൾ ആവശ്യത്തിന് സമയം നൽകണം. ഇതിനടുത്തത് tax planning enable companies to make proper expense planning, capital budgeting planning, sales promotion planning, etc. to reduce tax specifically during inflation. അതുപോലെ തന്നെ കമ്പനീസിനും എന്ത് ചെയ്യുന്നുണ്ട്,
അവരുടെ എക്സ്പെൻസ് പ്ലാൻ ചെയ്യാനും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്ലാനിങ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് മീൻസ് അസറ്റുകൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, അതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രത്യേകത. അവരുടെ പണം എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, അതിനാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അതിന് സെയിൽസ് പ്രൊമോഷൻ പ്ലാനിങ്, സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സെയിൽസ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾ എക്സ്പെൻസ് പ്ലാനിങ്ങിന്, ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന്, സെയിൽസ് പ്രൊമോഷന്, ഇതൊക്കെ കൃത്യമായിട്ട് എന്താണ് പ്ലാൻ ചെയ്യാൻ, ടാക്സ് റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാൻ ഒരു കമ്പനിയെ സഹായിക്കും എന്ത്? ടാക്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ്, ടാക്സ് പ്ലാനിങ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയാണ് ഇവിടെ പറയുന്നത്. മറ്റേ സോറി, വല്ലാതെ ചുമയ്ക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല കൂടുതലായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത്. കാരണം സംസാരിക്കും തോറും ചുമ അങ്ങനെ വരിക, ചുമയ്ക്കാൻ വരിക. നോട്ടെ. അടുത്തത് ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ടാക്സ് പ്ലാനിങ്. ടാക്സ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ഫാക്ടേഴ്സ് പരിഗണിക്കണം? നമ്മൾ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നുണ്ട്. ഒന്ന്, ടാക്സ് പ്ലാനിങ് ഷുഡ് ബി റിസോർട്ട് അറ്റ് ദ സോഴ്സ് ഓഫ് ഇൻകം. അതായത് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ വരുമാനം ഉണ്ടാകുന്ന അപ്പോൾ തന്നെ എന്ത് ചെയ്യണം? ടാക്സ് പ്ലാന് നമ്മൾ ആരംഭിക്കണം. ഓക്കെ, ദെൻ ദ ചോയ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ, ടാക്സബിൾ എൻറ്റിറ്റി. ബിസിനസ് മേ ബി ഡൺ ത്രൂ പ്രൊപ്പറേറ്റർഷിപ്പ് കൺസേൺ ഓർ ഫേം ഓർ ത്രൂ എ കമ്പനി. അതായത് നമ്മൾ ഏത് ടൈപ്പ് ഓർഗനൈസേഷൻ സെലക്ട് ചെയ്താലാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക. ഒരു ഓർഗനൈസേഷൻ തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഏത് ടൈപ്പ് ഓഫ് കമ്പനി വേണോ? പ്രൊപ്പറേറ്റർഷിപ്പ്, അതായത് പാർട്ണർഷിപ്പ് ഫേം ആണോ നല്ലത്? അല്ലെങ്കിൽ എന്താണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണോ നല്ലത്? അത് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നമ്മൾ ആ ചോയ്സ്, ഒരു ഓർഗനൈസേഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് നോക്കണം. ഓക്കെ, അതിലൂടെ ഏത് ഓർഗനൈസേഷൻ ആകുമ്പോഴാണ് നമുക്ക് ബെനിഫിറ്റ് കൂടുതൽ കിട്ടുക എന്നുള്ളത് നമ്മൾ പരിഗണിക്കണം എന്നാ പറയുന്നത് ആ സമയത്ത്. ദെൻ ചോയ്സ് ഓഫ് ലൊക്കേഷൻ ഓഫ് ബിസിനസ് അണ്ടർടേക്കിംഗ് ഓർ ഡിവിഷൻ ആൾസോ പ്ലേ വെരി ഇമ്പോർട്ടന്റ് റോൾ. അതുപോലെ തന്നെ ബിസിനസ് ലൊക്കേഷൻ, അതിന് വളരെയധികം ഇമ്പോർട്ടന്റ് ഉണ്ടെന്ന് പറയുന്നത്. കാരണം എന്താണ്? നമുക്കറിയാം നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ഫ്രീ എക്കണോമിക് സോൺ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഏരിയകളുണ്ട്, സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ബാക്ക്വേർഡ് ഏരിയാസ്. അപ്പോൾ നമ്മളൊരു ബിസിനസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ബിസിനസിന്റെ ലൊക്കേഷൻ തീരുമാനിക്കുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇതുപോലെ ഫ്രീ എക്കണോമിക് സോണിലോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണ്ട, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ എന്നൊക്കെ പറയും. അത്തരം മേഖലകളൊക്കെ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ടാക്സിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റ്, അല്ലെങ്കിൽ ടാക്സ് കൊടുക്കേണ്ടി തന്നെ വരില്ല ഒരുപാട് കാലത്തേക്ക്. ഓക്കെ, അപ്പൊ നമ്മളൊരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്ന അത്തരത്തിലുള്ള ലൊക്കേഷൻ സെലക്ട് ചെയ്യണം. നമുക്കറിയാം പഞ്ചായത്തിന്റെ മുനിസിപ്പാലിറ്റിയുടെ കീഴിലും ടാക്സിന് വ്യത്യാസമുണ്ട്. പഞ്ചായത്തിലാവുമ്പോൾ എന്താണ്? ടാക്സ് കുറച്ച് കുറയും. മുനിസിപ്പാലിറ്റിയിലേക്കും കോർപ്പറേഷനിലേക്കും എത്തുമ്പോൾ ടാക്സ് കുറച്ച് കൂടും. അപ്പം ബിസിനസ് അവരുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വേണം ലൊക്കേഷൻസ് ഇതാക്കാൻ. കാരണം നമ്മൾ ഇന്നൊരു ഓഫീസ് ഇട്ട് കഴിഞ്ഞാല് അതിന്റെ ഒരുപാട് നാളെ പൂട്ടി പോകാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, ഒരുപാട് കാലത്തേക്ക് അല്ലേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ബിസിനസിന്റെ വരുമാനം ഉണ്ടാകുന്ന സമയത്ത് മുനിസിപ്പാലിറ്റിയുടെ ലൊക്കേഷനിലുള്ള സ്ഥലത്താണ് നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്തതെങ്കിൽ വലിയൊരു എമൗണ്ട് മുനിസിപ്പാലിറ്റിക്ക് ടാക്സ് കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഫ്രീ എക്കണോമിക് സോൺ ഒക്കെ ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്രീ എക്കണോമിക് സോൺ ഒക്കെ ഉണ്ട്. അവിടെ ഒരു ബിസിനസ് തുടങ്ങിയാലോ നമുക്ക് ടാക്സ് ബെനിഫിറ്റ് ഒരുപാട് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് എക്സ്പോർട്ട് ഓറിയന്റഡ് അണ്ടർടേക്കിംഗ് ആണെങ്കിലോ അപ്പോൾ കാരണം എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഗവൺമെന്റിന്റെ ഒരു പോളിസിയാണ്. കാരണം ഫോറിൻ കറൻസി നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്തരം ബിസിനസ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഇളവുകളുണ്ട്. അപ്പൊ അതൊക്കെ ക്ലെയിം ചെയ്യണമെങ്കിൽ നമ്മൾ ബിസിനസിന്റെ ചോയ്സ്, സെലക്ട് ചെയ്യുന്ന ബിസിനസിന്റെ നാച്ചർ, ലൊക്കേഷൻ, ഇതിനൊക്കെ എന്തുണ്ട്? ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി അടുത്തത് റെസിഡൻസി സ്റ്റാറ്റസ് ഓഫ് എ പേഴ്സൺ. എ പേഴ്സൺ ഷുഡ് ബി അറേഞ്ച് ഹിസ് സ്റ്റേ ഇൻ ഇന്ത്യ സച്ച് എ വേ ദാറ്റ് ഹി ഈസ് ട്രീറ്റഡ് ആസ് എ നോൺ റെസിഡന്റ് ഇൻ ഇന്ത്യ. അതുപോലെ നമുക്കറിയാം, നമ്മളിപ്പോ റെസിഡൻസി സ്റ്റാറ്റസ് പഠിച്ചതാണ് അല്ലെ. ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടത് ആരാ? കൊടുക്കേണ്ടി വരിക ഒരു ഓർഡിനറി റെസിഡന്റ് ആണ് അല്ലെ. ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരുന്നത് ഒരു ഓർഡിനറി റെസിഡന്റ് ആണ്, പിന്നെ നോട്ട് ഓർഡിനറി,
വളരെ കുറച്ച് ടാക്സ് ആരും കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, ഒരു നോൺ റെസിഡന്റ് കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ടാക്സ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും നല്ല മാർഗം നമ്മുടെ റെസിഡൻസ് സ്റ്റാറ്റസ് ഒരു നോൺ റെസിഡന്റ് ആവുന്ന തരത്തിൽ, നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ് നോൺ റെസിഡന്റ് ആവുന്ന തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു വർഷം 182 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ സ്റ്റേ വരാത്ത രീതിയിൽ, അതായത് വിദേശത്തും അങ്ങനെ പല രാജ്യങ്ങളിലായിട്ട് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യുക, അയാൾ ആ രീതിയിൽ അയാളുടെ യാത്രകളും സ്റ്റേയും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടാവും? അയാൾ ഒരു നോൺ റെസിഡന്റ് സ്റ്റാറ്റസിലേക്ക് എത്തും. നോൺ റെസിഡന്റ് സ്റ്റാറ്റസിലേക്ക് എത്തിയുള്ള ഗുണം എന്താ? അയാൾ ഓൾമോസ്റ്റ് ഇൻകംസ് അയാൾക്ക് ഇന്ത്യയിൽ ടാക്സ് ചെയ്യേണ്ടി വരില്ല. ഓക്കെ, അപ്പം ആ രീതിയിലൊക്കെ നമ്മുടെ റെസിഡൻസ് സ്റ്റാറ്റസിനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അടുത്ത് നോക്കി അഞ്ചാമത്, ചോയ്സ് ടു ബൈ ഓർ ലീസ് ദി അസറ്റ്. വെൻ അസറ്റ് ആർ ബോട്ട്, ഡിപ്രീസിയേഷൻ ഈസ് അലൗഡ്, ആൻഡ് വെൻ അസറ്റ് ഈസ് ലീസ്ഡ്, ലീസ് റെന്റൽ ഈസ് അലൗഡ് ആസ് റിഡക്ഷൻ. അപ്പൊ എന്താണ് അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത്? ബൈ ഓർ ലീസ് എന്ന് പറയും. ബൈ ഓർ ലീസ് ഡിസിഷൻസ്, അത് ഫിനാൻഷ്യൽ ഡിസിഷൻസിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. മേക്ക് ഓർ ബൈ ഓർ ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പൊ അത്തരം തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കുക. കാരണം എന്താ ശ്രദ്ധ വേണ്ടത്? നമ്മൾ ബൈ ചെയ്യുന്ന ഒരു അസറ്റ് വാങ്ങുകയാണ് ഇരിക്കുക. അസറ്റ് വാങ്ങുമ്പോൾ അസറ്റിൽ നിന്ന് നമുക്ക് സെക്ഷൻ 32 അനുസരിച്ച് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ അസറ്റ് വാങ്ങുന്നതിന് പകരം നമ്മൾ ലീസിന് എടുക്കുകയാണ്. അപ്പൊ ലീസിന് കൊടുക്കുന്ന റെന്റിന് നമുക്ക് എന്ത് കിട്ടും? ആ ലീസിന് എടുത്തു കഴിഞ്ഞാൽ ലീസ് റെന്റ് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അപ്പൊ ഈ രണ്ട് നോക്കിയിട്ട് ഇതിൽ ഏത് എമൗണ്ട് ആണ് കൂടുതൽ, ഡിപ്രീസിയേഷൻ ആണോ കൂടുതൽ, ലീസ് റെന്റ് ആണോ കൂടുതൽ, ഇതിൽ ഏത് ഡിഡക്ഷൻസ് ആണ്, ഏതാണ് നമുക്ക് ബെനിഫിറ്റ് കൂടുതൽ ഉണ്ടാക്കുന്നത് നോക്കുക. അതിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പൊ ഒരു സാധനം വാങ്ങുന്ന സമയത്ത്, സാധനം ലീസിന് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ലീസിന് എടുക്കുന്നതാണോ നല്ലത്, ബൈ ചെയ്യുന്നതാണോ നല്ലത്, ടാക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും കൂടി നമ്മൾ പരിഗണിക്കണം. ഓക്കെ, അതാണ് പറയുന്നത്. ഇനി അടുത്തത്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ ഈസ് ആൾസോ പ്ലേ എ മേജർ റോൾ. Mixture of debt equity fund should be balanced to maximize the return of capital and minimize the tax liability. Interest on debt is allowed as deduction, whereas dividend on equity fund is not allowed as deduction. അതായത് നമ്മൾ ഷെയർ ക്യാപിറ്റൽ മിക്സ് അത് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ടാക്സ് പ്ലാനിങ്ങിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുകയാണ്. ഷെയർ ക്യാപിറ്റലിന് കൊടുക്കുന്ന സാധനം എന്താണ്? റിട്ടേൺ എന്താണ്? ഡിവിഡൻഡ് ആണ്. നമ്മൾ ബാങ്കിൽ നിന്ന് കടമെടുത്തു, ഡിബഞ്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കടമായിട്ട് വാങ്ങുന്ന ഫണ്ടിനൊക്കെ കൊടുക്കുന്ന കാര്യം എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഇൻട്രസ്റ്റ് പേയ്മെന്റിന് നമുക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാം. പക്ഷെ ഡിവിഡൻഡ് പേയ്മെന്റിന്, ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് ഷെയർ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഡിവിഡൻഡ് പേയ്മെന്റിന് നമുക്ക് എന്ത് കിട്ടില്ല? ഡിഡക്ഷൻ കിട്ടില്ല. അപ്പം ഒരു കമ്പനി ആ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ തീരുമാനിക്കുന്ന സമയത്ത് എന്ത് തീരുമാനിക്കണം? കൂടുതൽ ഡെപ്റ്റിനെ സ്വീകരിക്കണം നല്ലത്. ഓക്കെ, ഡെപ്റ്റ് സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഡെപ്റ്റിന് കൊടുക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. ആ ഇൻട്രസ്റ്റ് പോർഷൻ എന്ത് കിട്ടും? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. പക്ഷേ ഇക്വിറ്റി ആണെങ്കിലോ, ഇക്വിറ്റിന് കൊടുക്കുന്ന എന്താണ്? ഡിവിഡൻഡ് ആണ്. പക്ഷെ ആ ഡിവിഡൻഡ് പോർഷൻ എന്ത് കിട്ടില്ല? ഡിവിഡൻഡ് പേയ്മെന്റ് എന്ത് കിട്ടില്ല? ഡിഡക്ഷൻസ് ഒന്നും ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്. നമ്മളൊരു തീരുമാനം ടാക്സ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും ഈ 6 ഏരിയകൾ നമ്മൾ സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആ സോഴ്സിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കണം. പിന്നെ സ്ഥാപനം സെലക്ട് ചെയ്യുന്ന സമയത്ത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണോ, ഫേമാണോ, കമ്പനിയാണോ, അത് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തെടുക്കണം. ഏതാ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുന്നത്, അത് ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാവുന്ന ഏതാണോ അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. പിന്നെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. പിന്നെന്താണ്? നമ്മുടെ റെസിഡൻസ് സ്റ്റാറ്റസ്, ഓക്കെ, അത് എപ്പോഴും ഒരു നോൺ റെസിഡന്റ് ആയിട്ട് നിലനിർത്താൻ ശ്രദ്ധിക്കുക. അപ്പൊ എന്താണ്? നമുക്ക് ഓൾമോസ്റ്റ് ഇൻകംസ് ടാക്സിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. പിന്നെ സാധനങ്ങൾ മേക്ക് ഓർ ബൈ ഡിസിഷൻസ് എന്ന് പറയും. മേക്ക് ഓർ ബൈ അല്ലെങ്കിൽ ബൈ ഓർ ലീസ് എന്ന് പറഞ്ഞ ഡിസിഷൻസ്, അത്തരം തീരുമാനങ്ങൾ ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഏതിലാണ് ബെനിഫിറ്റ്, ബൈ ചെയ്യുന്ന സമയത്താണ് ബെനിഫിറ്റ്, ലീസ് എടുക്കുന്ന സമയത്താണ് ബെനിഫിറ്റ് എന്ന്, ടാക്സ് ബെനിഫിറ്റ് ഏതിലാണ് കൂടുതൽ എന്നുള്ളത് നമ്മൾ ഒരു അനലൈസ് നടത്തണം. ഓക്കെ, അതുപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ എടുക്കുന്ന സമയത്തും അതുപോലെ എന്താണ്? ഓൺ ഫണ്ട്, സ്വന്തം ഫണ്ട് ഉപയോഗിക്കുന്നതാണോ, കടമെടുത്ത ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്നത് ഏതാണ്, ഏത് മിക്സ് ആണ് ഏറ്റവും നമുക്ക് ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത് ഒക്കെ പരിഗണിച്ചിട്ട് വേണം നമ്മൾ ഒരു തീരുമാനം എടുക്കാൻ. ഓക്കെ, thus any legitimate steps taken by assessee directed towards maximizing tax benefit, keeping in view the intention of law, will not only help the assessee but also to society. അപ്പം എന്താണ്? നമ്മൾ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം എന്താണ്? ഈ സൊസൈറ്റിയെ പോലും എന്ത് ചെയ്യണം? ബട്ട് ആൾസോ ടു സൊസൈറ്റി. നമ്മളെ മാത്രം സഹായിച്ചാൽ പോരാ. നമുക്ക് എന്താണ്? നമ്മൾ ടാക്സ്
വെട്ടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ടാക്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇത്ര നിയമപരമായിട്ടുള്ള ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മൈൻഡിലുണ്ടാവണം. നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കും നമ്മുടേതായിട്ടുള്ള ഗുണം ഉണ്ടാവണം, പക്ഷെ സൊസൈറ്റിക്കും എന്തുണ്ടാവണം, ഒരു ഗുണം ഉണ്ടാവണം. അതുകൊണ്ട് ഒട്ടും എന്താണ് ടാക്സ് കൊടുക്കരുത് എന്നുള്ള വാശിക്ക് നിൽക്കരുത്. പകരം എന്താണ്, അനുവദനീയമായ രീതിയിൽ ടാക്സ് റെഡ്യൂസ് ചെയ്യാനുള്ള മാർഗങ്ങൾ മാത്രം പരിഗണിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി പ്രിക്കോഷൻസ് ഇൻ ടാക്സ് പ്ലാനിങ്. ടാക്സ് പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം പ്രിക്കോഷൻസ് ഉണ്ടാവണം? ഓക്കെ, എന്തൊക്കെയാണ്? തറോ നോളേജ്. ടാക്സുമായി ബന്ധപ്പെട്ട നല്ല അറിവുണ്ടെങ്കിൽ മാത്രമേ ടാക്സ് പ്ലാനിങ് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കൃത്യമായിട്ട് ബോധമൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ കിട്ടുന്ന പണം അവിടെ ഇവിടേക്ക് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇൻവെസ്റ്റ് ചെയ്തതിനൊക്കെ കൊണ്ടുപോയി ടാക്സ് അടിക്കാൻ വേണ്ടി വരും. പകരം നല്ല ടാക്സുമായിട്ട് നല്ല നോളജ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? LIC വാങ്ങും, അല്ലെ? നാഷണൽ സെക്യൂരിറ്റീസ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ സെക്ഷൻ 54 പറയുന്ന പോലെ എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് അവിടെ പറയുന്നുണ്ട്. ആ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് നമ്മൾ സ്വീകരിക്കും. പക്ഷെ ഇതൊന്നും അറിയാത്ത ഒരു സാധാരണക്കാരൻ എന്താ ചെയ്യാം? ഈവൻ നിങ്ങളൊന്ന് ആലോചിക്ക്, നമ്മുടെ സേവിങ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും അതുപോലെ തന്നെ എന്താണ് ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ഒക്കെ നമ്മൾ ബാങ്കിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് TDS എന്ന് പറഞ്ഞ ടാക്സ് പിടിക്കുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ അങ്ങനെ ടാക്സ് പിടിക്കുന്ന കാര്യം? ഇല്ല. പക്ഷെ ഒരു ടാക്സ് പ്ലാനർ ആണെങ്കിൽ എന്ത് ചെയ്യും? അവർ 5 വർഷത്തേക്കുള്ള FD ഇടും. അപ്പൊ 5 വർഷത്തെ FDക്ക് ടാക്സ് എന്തുണ്ട്? ഇൻട്രസ്റ്റ് മീൻസ് ടാക്സ് പിടിക്കില്ല. അപ്പൊ അങ്ങനെ ടാക്സ് പ്ലാൻ അല്ലാതെ നമ്മൾ സാധാരണക്കാരനായിട്ടുള്ള ആൾ എന്ത് ചെയ്യും? അയാൾ അവന്റെ ടാക്സ് ഒക്കെ പിടിച്ചു പോകുന്നുണ്ടാവും. അവിടെ അറിയുന്ന കൂടി ഉണ്ടാവില്ല, കാരണം 10% ടാക്സ് പിടിക്കുന്ന കാര്യം. ഓക്കെ, അപ്പം ഒരു തറ നോളേജ് നമുക്ക് ഉണ്ടായാൽ മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ. ഏതില്? ടാക്സില്. ഓക്കെ, ഇവിടെ നോക്കി ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, സീനിയർ സിറ്റിസൺ ഹു അറ്റൈൻഡ് ദി ഏജ് ഓഫ് 80, ഇൻകം ഈസ് എക്സെംപ്റ്റഡ് അപ് ടു 5 lakh ആൻഡ് ഫ്രം 5 lakh to 10 lakh the tax rate is 20%. If he is not aware the benefit, he will incur loss. ഇത് പഴയ നിയമം അനുസരിച്ചിട്ട് എന്താണ്, ഒരു വ്യക്തി ഒരു 80 വയസ്സിൽ കൂടുതലുള്ള വ്യക്തിയെ വിളിക്കുന്നവര് സൂപ്പർ സീനിയർ സിറ്റിസൺ എന്നാ പറയാം. സീനിയർ സിറ്റിസൺ 60 വയസ്സ് വരെയുള്ള. അപ്പൊ 80 വയസ്സിന് കൂടുതലുള്ള സിറ്റിസണിന് പഴയ നിയമം അനുസരിച്ചിട്ട് 5 ലക്ഷം രൂപ വരെ എന്ത് ചെയ്യണ്ട? ടാക്സ് ചെയ്യണ്ട. ഓക്കെ, പക്ഷെ 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിലുള്ള ഒരു വരുമാനം ഉണ്ടായി കഴിഞ്ഞാലോ അയാൾ 20% ടാക്സ് കൊടുക്കും വേണം. ഓക്കെ, അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ കുറിച്ചൊരു യാതൊരു ബോധമില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചോളൂ. അയാളുടെ ഇൻകം കൃത്യമായിട്ട് ഉപയോഗിച്ചില്ല. അപ്പൊ എന്തായി? അത് 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിലുള്ള വലിയൊരു എമൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും? വലിയൊരു എമൗണ്ട് അയാൾ ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, വലിയൊരു അളവിൽ നഷ്ടം ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷെ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ബോധമുള്ള ഒരാളാണെങ്കിലോ അയാൾ എന്താ ചെയ്യുക? അയാൾ 5 ലക്ഷത്തിനുള്ളിൽ അയാളുടെ ഇൻകം നിലനിൽക്കാൻ വേണ്ടി അയാൾ ശ്രമിക്കും. അതായത് വരുമാനം മാക്സിമം എല്ലാവർക്കും കൂടുതലാവുന്ന നല്ലത്. അപ്പൊ നിലനിൽക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഉണ്ടായ വരുമാനത്തിന് അയാൾ എന്ത് ചെയ്യുന്നു? ടാക്സ് നൽകേണ്ടാത്ത രീതിയിലുള്ള ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കും. ഓക്കെ, അയാളെന്ന് പറഞ്ഞാല് അയാളുടെ മക്കളോ അങ്ങനെ ഉള്ളവര് അത് ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന ഗുണം ടാക്സ് കുറയ്ക്കാം എന്നുള്ളതാണ്. അപ്പൊ അതിനൊക്കെ എന്ത് വേണം? തറ നോളേജ് ആവശ്യമാണ് ടാക്സിൽ. അടുത്ത അനാലിസിസ്. An assessee is required to make an analysis of the tax implications of decisions which involve finance. അതായത് an assessee is required to make an analysis of tax implications of decisions which involve finance. അതായത് ഒരു അസസി എന്ത് ചെയ്യണം? ഒരു ഫിനാൻസ് എന്ന് പറഞ്ഞെങ്കിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. ഫിനാൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിനാൻസ് ഇസ് ദ പ്രൊവിഷൻസ് ഓഫ് മണി വെൻ ഇറ്റ് ഈസ് റിക്വേർഡ് എന്നുള്ളതാണ്. പണം മാത്രമല്ല ഫിനാൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പണത്തിന്റെ ആവശ്യം നിർവഹിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് എന്ത് വിളിക്കാം? ഫിനാൻസ് എന്ന് പറയാം. അപ്പോൾ ഗോൾഡ് ഒരു ഫിനാൻസ് ആണ്. ഓക്കെ, നമുക്ക് പണത്തിന്റെ ആവശ്യം നിറവേറ്റാൻ സഹായിക്കുന്ന എന്ത് കാര്യങ്ങളും. അപ്പം ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നല്ലൊരു എന്ത് വേണം? പഠനം നമ്മൾ നടത്തണം. ഓക്കെ, നമുക്കറിയാം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആണ് എന്ത് ചെയ്യേണ്ടത്? ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഒരു അനാലിസിസ് അവിടെ ആവശ്യമാണ്. ഓക്കെ, ദെൻ ഡ്യൂ അറ്റൻഷൻ. അടുത്തത് due attention is to be given for allied laws and economic factors before tax plan. For example, deduction is allowed under section 80 IB
from the profit of newly established industrial undertaking in backward area. But the problem is that backward area require additional expense for road construction, transport facilities, higher salaries for employees, etc. So the benefit of which are received by way of deduction is to be wiped out by meeting the expenditure. വളരെ കെയർഫുൾ ആയിരിക്കണം എന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പുതിയൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 5 വർഷത്തേക്കൊക്കെ ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. പുതിയൊരു ബിസിനസ് ബാക്ക്വേർഡ് ഏരിയയിൽ തുടങ്ങുകയാണെങ്കിൽ 5-6 കൊല്ലത്തേക്ക് നമുക്ക് ടാക്സ് ഒഴിവായി കിട്ടും. പക്ഷേ അങ്ങനെ ടാക്സ് ഒഴിവായി കിട്ടും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബാക്ക്വേർഡ് ഏരിയയിൽ ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്താണ്, ബാക്ക്വേർഡ് ഏരിയ ആണ്, അവിടെ കൃത്യമായിട്ട് റോഡ് ഉണ്ടാവില്ല, ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല, പിന്നെന്താണ്, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഉണ്ടാവില്ല, പിന്നെ അവിടേക്ക് അങ്ങനെയുള്ള സ്ഥലത്തേക്ക് എംപ്ലോയീസിനെ കൊണ്ടുവരണമെങ്കിൽ കൂടുതൽ സാലറി കൊടുക്കേണ്ടി വരും. അപ്പം നമ്മൾ ടാക്സ് കൊടുക്കേണ്ടാത്ത ബെനിഫിറ്റ് വെച്ച് നോക്കുമ്പോൾ എന്താണ്, ഇത്തരം കാര്യങ്ങൾ, റോഡ് ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ പണം ചെലവാക്കേണ്ടി വരും അല്ലേ, എംപ്ലോയീസിന് കൂടുതൽ സാലറി കൊടുക്കണമെങ്കിൽ, പിന്നെന്താണ്, ഇലക്ട്രിസിറ്റി ഫെസിലിറ്റീസ് അവിടെ എത്തിക്കണമെങ്കിൽ, അപ്പൊ അതിനൊക്കെ ഒരുപാട് പണം പിന്നെ ചെലവാക്കേണ്ടി വരും. അപ്പൊ ആ ചെലവാക്കുന്ന എമൗണ്ടിനേക്കാൾ ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത്തരത്തിൽ മുതിരാവൂ. അല്ലാതെ എന്താണ് ടാക്സ് കൂടുതൽ കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് എന്താണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ടാക്സ് കൊടുക്കുന്നേക്കാൾ കൂടുതൽ ചെലവായിരിക്കും എന്തുണ്ടാവുക, നമുക്ക് ഈ ഒരു ബാക്ക്വേർഡ് ഏരിയയിൽ ബിസിനസ് തുടങ്ങുമ്പോൾ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കണം. വളരെ കെയർഫുൾ ആയിട്ടായിരിക്കണം നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ടാക്സ് ബെനിഫിറ്റിനേക്കാളും കൂടുതൽ എന്തുണ്ടാവണം, നമുക്ക് ആ ഏരിയയിൽ ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ കിട്ടണം. ഓക്കെ, അല്ലാതെ ടാക്സ് ബെനിഫിറ്റിനേക്കാൾ കുറവ് എന്താണ് കൂടുതൽ ചെലവ് വരികയാണെങ്കിലോ എന്ത് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ അത് ശ്രദ്ധിക്കുക, അതാണ് ഡ്യൂ അറ്റൻഷൻ, വളരെ കെയർഫുൾ ആയിരിക്കണം. ഓക്കെ, പിന്നെ ടാക്സ് ലോസ്. Due importance is to be given to all direct tax laws such as wealth tax and income tax act. It is to be noted that saving of one kind of tax will result in payment of more of other tax. അപ്പൊ എന്താണ്, നമ്മൾ ടാക്സ് ലോസിൽ, ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്, ടാക്സ് ലോസിൽ നമ്മൾ തറോ നോളജ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ടാക്സ് ലോ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ സേവിങ്സ് ഉണ്ടാക്കുമ്പോൾ മറ്റൊരു ടാക്സ് ലോസിൽ ചിലപ്പോൾ എന്താവും, അത് നമ്മൾ അടയ്ക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ നോക്കണം. നമ്മൾ സേവിങ്സ് ഉണ്ടാക്കുന്ന സമയത്ത് അപ്പുറത്ത് കൂടെ പണം പോയി പോകരുത്. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധ ഉണ്ടാവണം. പിന്നെ ടാക്സ് അവോയ്ഡൻസ്. ടാക്സ് പ്ലാനിങ് ഷുഡ് നോട്ട് ബി ബേസ്ഡ് ഓൺ ടാക്സ് അവോയ്ഡൻസ്. ടാക്സ് അവോയ്ഡൻസ് ഈസ് ഡൺ ബൈ യൂസിങ് ലൂപ്പ് ഹോൾസ് ഓഫ് ടാക്സ് ലോസ്. അപ്പൊ ടാക്സ് പ്ലാനിങ് എന്താവാൻ പാടില്ല, ടാക്സ് അവോയ്ഡൻസ് ആവാൻ പാടില്ല. അതായത് ടാക്സിലെ ലൂപ്പ് ഹോൾസ് കണ്ടെത്തി എന്താണ് ടാക്സ് മിനിമൈസ് ചെയ്യുന്ന ഒരു പ്രവൃത്തി ആവരുത് എന്ത്, ടാക്സ് പ്ലാനിങ്. Tax planning should not be based on tax avoidance because when shortcomings of law is in the notice of the government, this will be amended and planning will fail. അതായത് നമ്മൾ ലൂപ്പ് ഹോള് ഉപയോഗിച്ചു നമ്മൾ എന്താണ് ടാക്സ് പ്ലാൻ ചെയ്തെന്ന് വിചാരിച്ചോളൂ. പക്ഷെ ഗവൺമെന്റ് അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് എന്ത് ചെയ്യും, നിയമത്തില് അമെന്റ്മെന്റ് തിരുത്തൽ വരുത്തിയിട്ട് എന്ത് ചെയ്യും, ആ ലൂപ്പ് ഹോള് ഗവൺമെന്റ് ഓവർകം ചെയ്യും. അത് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്ലാൻ എന്താവും, ഫെയിൽ ആവും. ഓക്കെ, അപ്പം ലൂപ്പ് ഹോൾസ് തേടിയിട്ട് ടാക്സ് കുറയ്ക്കുക എന്നുള്ളത് ആനമണ്ടത്തരായിട്ട് മാറും എന്നാ പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് ഡിഗ്രി ഓഫ് ദി കോർട്ട്. ടാക്സ് പ്ലാനിങ് ഷുഡ് നോട്ട് ബി ബേസ്ഡ് ഓൺ ദി ജഡ്ജ്മെന്റ് ഓഫ് കോർട്ട് ഓഫ് ജസ്റ്റിസ് ബിക്കോസ് ദിസ് മേ ബി അമെൻഡഡ് ബൈ ദി ഗവൺമെന്റ് ഇൻ സച്ച് എ വേ നോട്ട് ഫേവറബിൾ ടു ദി നേഷൻ. അപ്പോൾ അതുപോലെ ടാക്സ് പ്ലാനിങ് കോടതിയുടെ ഓർഡറുകൾ ഉണ്ടാവും. നമുക്കറിയാം സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെ ഒക്കെ ഓർഡറുകൾ ആ രാജ്യത്തിന് നിയമമായിട്ട് മാറും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ കോടതി വിധി ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിൽ ടാക്സ് പ്ലാൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ, അങ്ങനെ അതിന്റെ അടിസ്ഥാനം ചെയ്യരുത് എന്നാ പറഞ്ഞത്, അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് എന്താണ്, അവർ പാർലമെന്റിൽ പുതിയ നിയമം പാസ്സാക്കും. ആ ഓർഡറിനെ, കോടതിയുടെ ഓർഡറിനെ എന്ത് ചെയ്യും, അസാധുവാക്കി മാറ്റും. അപ്പം രാജ്യത്തിന് അൺഫേവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഉത്തരവുകളോ ഒക്കെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്, അതിനെ അസാധുവാക്കുന്ന തരത്തിൽ ഗവൺമെന്റ് നിയമങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കോടതി ഉത്തരവ് അനുസരിച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യാൻ പോകരുത് എന്നാ പറയുന്നത്. ഓക്കെ, പിന്നെ റീഡ് ഓൾ പ്രൊവിഷൻസ്. അതായത് നമുക്ക് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒക്കെ ഉള്ള എല്ലാ പ്രൊവിഷൻസും കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ പ്രൊപ്പോസ്ഡ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്. ടാക്സ് പ്ലാനിങ് ഈസ് ടു ബി ഡൺ ഫോർ എ ഫിനാൻഷ്യൽ ആക്ടിവിറ്റി വിച്ച് പേഴ്സൺ പ്രൊപ്പോസ് ടു ക്യാരി ഔട്ട് ഇൻ ദി നിയർ ഫ്യൂച്ചർ. Tax planner is required to know the commencement date and ending date of offering tax benefit. ഒരു ടാക്സ് പ്ലാനർ എന്താണ്, നിയർ ഫ്യൂച്ചറിൽ നടത്താൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ദീർഘവീക്ഷണം അയാൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്,
ഓപ്പണിംഗ് ആൻഡ് എൻഡിങ് ടാക്സ് ബെനിഫിറ്റിന്റെ ഓപ്പണിംഗ് ആൻഡ് എൻഡിങ് ഡേറ്റിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ബോധം, ഓർമ്മ ഒക്കെ അയാൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ലാസ്റ്റ്, ഫ്ലെക്സിബിലിറ്റി. അതായത് ടാക്സ് പ്ലാനിംഗ് പ്ലാൻ മസ്റ്റ് ബി ഫ്ലെക്സിബിൾ സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ചേഞ്ച് അക്കോർഡിംഗ് ടു ദി അമെൻഡ്മെന്റ് ഡൺ ബൈ അതോറിറ്റി. നമ്മുടെ ടാക്സ് പ്ലാനിംഗ് കൃത്യമായിട്ട് എന്താ ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്ന് പറയുന്നത്? ഗവൺമെന്റ് വർഷവും എന്തുണ്ടാകും, ടാക്സിൽ അമെൻമെന്റ്സ് കൊണ്ടുവരാറുണ്ട്. അപ്പം ടാക്സിൽ ഗവൺമെന്റ് ഒരു അമെൻമെന്റ് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമെൻമെന്റിന് ഓപ്പോസിറ്റ് ആവാൻ പാടില്ല എന്ത്, അല്ലെങ്കിൽ ആ അമെൻമെന്റ് കാരണം നമുക്ക് കൂടുതൽ ബാധ്യത ഉണ്ടാവുന്ന ഒന്നാവരുത് നമ്മൾ ചെയ്തു വെക്കുന്ന ടാക്സ് പ്ലാനിങ്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് എന്ത് കൊണ്ടുവന്നാലും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കണം